പ്രായമുള്ള വാപ്പിയമ്മയൊക്കെ വീട്ടിലുണ്ടാകുന്നതിൽ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. നമുക്കങ്ങനെ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കിയെടുത്ത് വലിയ പിഴവുകളുണ്ട്. നമുക്കും ഇതുപോലത്തെ ഒരു പ്രായമെത്തും, സാഹചര്യമെത്തും. അന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നത് 2 മിനിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ. ഈ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരെ സ്നേഹിക്കുക, കൂടുതൽ ഒരു വേള മാതാപിതാക്കളെക്കാളും അവരുടെ ഗ്രാൻഡ് പാരൻസ് വലിയപ്പനും വലിയമ്മയൊക്കെ സ്നേഹിക്കുന്ന ആ സ്നേഹപരിലാളനയിൽ വളരാനുള്ള അവസരം ഈ കുട്ടികൾക്ക് കിട്ടണം. അപ്പോൾ വലിയപ്പനും വലിയമ്മയൊക്കെ വേറെ അധികം കാര്യങ്ങൾ, ജോലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ സമയം ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ വലിയ സ്ഥാനം പേരമക്കൾക്ക് നൽകുന്നു എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രായമുള്ള മാതാപിതാക്കൾ ജീവിക്കുന്ന വീട്, അവരോടൊന്നിച്ച് മക്കളും പേരമക്കളുമൊക്കെ താമസിക്കുന്ന ഒരു സന്തോഷമുള്ള വീട്, ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, അത് ഇഷ്ടപ്പെടാത്തവരുമുണ്ടാകും. നമ്മൾ പ്രായമുള്ള മാതാപിതാക്കളുള്ള വീടിനെക്കുറിച്ചാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം താജുദ്ദീൻ സലാഹി ചേരുകയാണ്. താജുക്ക, ഇത് ഇഷ്ടവും അനിഷ്ടവുമൊക്കെ ആളുകളുടെ ഒരു മാനസികാവസ്ഥക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എങ്കിലും മാതാപിതാക്കൾ പേരമക്കളോടൊപ്പം താമസിക്കുന്ന ഒരു വീടിന് അതിൻ്റേതായ പ്രാധാന്യവും മഹത്വവും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് കൃത്യമായി എണ്ണി തന്നെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പ്രായമുള്ളവരുള്ളൊരു വീട്, ആ വീട്ടിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പരീക്ഷണം അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട്. പ്രായമുള്ളവർ ഇമ്മ യബ്ലഗന്ന ഇൻദകൽ കിബ്രി അഹദുഹുമ ഔ കിലാഹുമ ഫല തഖുല്ലഹുമ ഉഫിൻ എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് എന്ന് പോലും പറയരുത്, അവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 ആളുമോ നിങ്ങളടുത്ത് ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞ. അപ്പോൾ ശരിക്ക് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, വല്യപ്പയും വല്യമ്മയും, അല്ലെങ്കിൽ പ്രായമുള്ള ഉപ്പയും ഉമ്മയും, അതല്ലെങ്കിൽ പിന്നെ പ്രായമുള്ള അമ്മായി, അങ്ങനെയൊക്കെയുള്ള ആളുകളുള്ളൊരു വീട് അവർക്ക് കൃത്യമായ പരിരക്ഷയും സ്നേഹവും നൽകുക വഴി വലിയ പുണ്യം, നീണ്ട രാവുകളിൽ നമ്മൾ നിസ്കരിക്കുന്നതിലേറെ വലിയ പുണ്യം യഥാർത്ഥത്തിൽ കിട്ടാനുണ്ട്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ രോഗം, അവരുടെ ചികിത്സ, അവർക്ക് കൊടുക്കുന്ന കെയറിങ്, അവരുറങ്ങുന്ന റൂമിലെ രാവുകളെക്കുറിച്ചുള്ള അവരെന്തായിരിക്കും, അവരെങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകൾ, ടെൻഷനുകൾ, ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അവരിലൂടെ കുറച്ച് ബർക്കത്തും റിസ്ക്കും നമുക്ക് കിട്ടാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫാഇക്കും, നിങ്ങളിലെ ദുർബലന്മാർ, അവരെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുന്നത്. അപ്പം ഈ വളരെ സാമ്പത്തിക ദാരിദ്ര്യമുള്ള ആളുകൾ മാത്രമല്ല ഇതിൽപ്പെടുന്നത്, ശാരീരിക പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുടെയൊക്കെ സംരക്ഷണത്തിലൂടെ ആ വീടിന് കിട്ടുന്നൊരു സെക്യൂരിറ്റി ഉണ്ട്. ആ വീടിന് കിട്ടുന്ന ആ സെക്യൂരിറ്റി അവരുടെ സാന്നിധ്യത്തിലൂടെ മാത്രം കിട്ടിപ്പോകുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം, വളരെ ആഴമുള്ള സ്നേഹം. ഈ പ്രായമുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ഓരോ പോയിന്റിലും വളരെ ശ്രദ്ധയായിരിക്കും. ആ വീട്ടിൽ മക്കൾക്കൊരു തടവറ ഫീലിങ്ങോ അല്ലെങ്കിൽ നിയന്ത്രണ ഫീലിങ്ങോ വരുന്നത് പോലും ഈ പ്രായമുള്ള മാതാപിതാക്കളുടെ കെയറിങ്ങിൻ്റെ കൂടുതലുകൊണ്ടാണ്. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ പറയണത് തീർച്ചയായും ആ കുട്ടിക്ക് കിട്ടുന്ന കെയറിങ് ആണ്. അപ്പോൾ പൊതുവേ വാപ്പ ഉമ്മ അവരൊക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് തിരക്കുകൾക്കിടയിലായിരിക്കും. ആ തിരക്കുകൾക്കിടയിലും പേരക്കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള, സ്വന്തം മക്കളെ എടുത്ത് പോറ്റി പരിപാലിക്കുന്നതിലേറെ നന്നായി പോറ്റി പരിപാലിക്കുന്നത് ഈ പ്രായമുള്ള മാതാപിതാക്കളായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ തിരക്കുകൾക്കിടയിൽ അവർ ഫില്ല് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഈ പ്രായമുള്ള മാതാപിതാക്കളാണ് ശരിക്കും ഫില്ല് ചെയ്ത് പോണത്. എൻ്റെ ഫാദറിൻലോ മരിച്ചിട്ട് എൻ്റെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു, തുടർച്ചയായ കരച്ചിൽ. ഫഹീം, അവൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഉപ്പപ്പാനെ പറ്റി ഓർക്കുമ്പോൾ നിനക്ക് എന്താ ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഉപ്പപ്പാൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് ഉപ്പപ്പനെ ഇങ്ങനെ കൊണ്ടുപോകും, കുറേ വഴികളിലൂടെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞത്, നമ്മൾ വീട്ടിലധികമല്ല, അങ്ങനത്തെ ഒരു സ്പേസൊന്നും ആ പ്രായത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് അവൻ 1ാമത്തെ കുട്ടിയായതുകൊണ്ട്, നമുക്കത്ര ഭയങ്കര ധാരണ ഇല്ലാത്തതുകൊണ്ടും ഒരു ഏജിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവേ കിട്ടിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഉപ്പയാണ് എന്ത് ചെയ്തത്, ഫില്ല് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ഉണ്ട്. പിന്നെ പാടത്ത് പോയി അവിടുന്ന് മൈസൂർ പഴം കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ, ഞാനിത് പറയുമ്പോൾ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണത്. അതോരോന്നും എല്ലാ കുട്ടികൾക്കും കൃത്യമായി ഓഹരി വെച്ച് കൊടുത്ത്, അപ്പോൾ ഒരു
നിബന്ധനകളില്ലാത്ത സ്നേഹത്തിൻ്റെ വലിയൊരു ലോകം അവർക്കവിടെ കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, ശരിയായൊരു ട്രെയിനിങ് അവിടെ നടക്കുന്നുണ്ട്. മുതിർന്നവർ എങ്ങനെ പരിപാലിക്കപ്പെടണം എന്നൊരു ട്രെയിനിങ് ആ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല അവരുടെ പാരൻസിനെ അവർ എങ്ങനെ നോക്കണം എന്നതും കിട്ടുന്നുണ്ട്. കാരണം സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും നോക്കണേ പരിരക്ഷിക്കുന്ന കാര്യം കണ്ടാണല്ലോ വളരുന്നത്. എവിടെയോ ഒരു ചെറിയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. വീഡിയോയിൽ ഉള്ളൊരു കാര്യം, ഈ കുട്ടിയുടെ ഉപ്പ അയാളുടെ മാതാപിതാക്കളോട് വളരെ റഫാണ്, റൂഡാണ്, വളരെ മോശമായിട്ടാണ് പെരുമാറുക. അവർക്ക് അതൊരു പരിരക്ഷയും കൊടുക്കണില്ല. ആ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ. പുറത്ത് വരാതെ ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അയാളുടെ മോന് മുന്നിലിരുന്ന് ഇങ്ങനെ എന്തോ ഒരു സാധനം വരക്കുകയാണ്. എന്താ വരക്കണമെന്ന് വെച്ചപ്പോൾ ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിൽ എൻ്റെ റൂം ഏതാണെന്ന് വെച്ചു അപ്പോൾ ചെറിയൊരു റൂമാണ്, ലോക്ക് ചെയ്യപ്പെട്ട ചെറിയൊരു റൂമാണ്. അതെന്താണെന്ന് ചോദിച്ചു. വാപ്പി ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും വല്യമ്മയും അങ്ങനെയാണല്ലോ. അപ്പോൾ നിഷ്കളങ്കമായ ആ കുട്ടി അങ്ങനെയാണ് വളർത്തേണ്ടത്, വല്യപ്പാനോടും വല്യമ്മാനോടും അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യേണ്ടത്, അവൻ്റെ പ്ലാൻ അവൻ വരക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രായമുള്ള മാതാപിതാക്കളെ ശരിയാം വിധം സംരക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ വളരുന്ന നമ്മുടെ മക്കൾക്ക് കൂടി അവരെങ്ങനെയാണ് കെയർ ചെയ്യപ്പെടേണ്ടത് എന്നുള്ള വലിയൊരു മെസ്സേജ് കിട്ടുമെന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ വലിയ ലൈബ്രറിയാണ്, വൈജ്ഞാനിക ലൈബ്രറിയാണ്. ഈ പ്രായമുള്ള മാതാപിതാക്കൾ പല ഡാറ്റകളും കുട്ടികൾക്ക് കൊടുക്കും. ഒരു പുസ്തകത്തൊന്നും കിട്ടാത്ത ജീവിതാനുഭവങ്ങളുടെ ആ ഡാറ്റ വളരെ സമ്പന്നമായിരിക്കും. കഥകളും അനുഭവങ്ങളും അവരുടെ കഞ്ഞിയിൽ നിന്ന് പുഴു കിട്ടിയതും അവരനുഭവിച്ച സംഘർഷങ്ങളും ഒക്കെ അതിങ്ങനെ കൂടുതൽ തവണ പറയുമ്പോൾ കുട്ടികൾക്ക് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അതിലൊരു പ്രശ്നം ഉണ്ടാകും. അത് നമ്മൾ കുട്ടികളെ പരിരക്ഷിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നമ്മൾ വേറൊരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ കുടുംബത്തിനൊരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉണ്ടാവും. ആ വീടിനൊരു റൊട്ടീൻ ഉണ്ടാവും. മറിച്ച് ഭയങ്കര അണുകുടുംബമാണെങ്കിൽ ഇന്ന് നമുക്ക് ഇനി ചോറൊന്നും വെക്കണ്ട, നമുക്കങ്ങോട്ട് പോവുക, ഇങ്ങനത്തെ ഒരു രീതിയായിരിക്കും ഉണ്ടാകുക. മറ്റേത് അവർക്ക് പ്രത്യേക കഞ്ഞിയും ഭക്ഷണവും കാര്യമൊക്കെ ഉണ്ടാകേണ്ടി വരുമ്പോൾ ആ വീടിൻ്റെ ഒരു ഫിനാൻസ്, ആ വീടിൻ്റെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വല്ല റൊട്ടീൻ, ഇതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. മാത്രമല്ല അവരുടെ രോഗം, അവരുടെ അസുഖം, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ വളരെ വലിയ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നതാണ്. പരലോകത്തെക്കുറിച്ച് ഓർക്കാനും അവരുടെ അസുഖം, അവരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് അവരെ പരിരക്ഷിച്ച് അതിലൂടെ കിട്ടുന്ന പുണ്യം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടുന്ന വലിയ തിരിച്ചറിവുകളുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആത്മാർത്ഥമായ ദുആ ഉൽ വാലിദിലി വലദിഹി എന്ന് പറയണേ, വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്ന് പറയണേ. കുറച്ച് പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആരാധനയിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കൊക്കെ ചുരുങ്ങി അവരുടെ മക്കളെയും പേരക്കുട്ടികളൊക്കെ കാര്യം മനസ്സിലെടുത്ത് അങ്ങനെ ജീവിക്കായിരിക്കും. പൊതുവെ 99% ആളുകളുടെയും ഒരു രീതി അതായിരിക്കും. ആ നിലക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വീട്ടിലെ മുതിർന്ന ആളുകൾ ഒരു ബാഡനല്ല, അവർ ബുദ്ധിമുട്ടല്ല, അവർ റഹ്മത്താണ്, അവരൊരു ബർക്കത്താണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും എണ്ണി പറയാൻ പറ്റും. ചുരുക്കം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. പ്രായമുള്ള വാപ്പയും ഉമ്മയൊക്കെ വീട്ടിലുണ്ടാകുന്നതിൽ അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. നമുക്കങ്ങനെ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കിയെടുത്ത് വലിയ പിഴവുകളുണ്ട്. നമുക്കും ഇതുപോലത്തെ ഒരു പ്രായമെത്തും, സാഹചര്യമെത്തും. അന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നത് 2 മിനിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഒരു പരിധിവരെ അവരിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസമാകും. അവരുടെ റൂമിൽ അവരില്ലാതാകുമ്പോഴും ആ വീട്ടിൽ അവരുടെ ഒച്ചയനക്കങ്ങൾ അവസാനിക്കുമ്പോഴും ആയിരിക്കും അവരുടെ നഷ്ടത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക. അവരുടെ മയ്യത്ത് എടുത്ത് ആ മയ്യത്ത് 4 ആളുടെ ചുമലിലേറ്റ് ഇങ്ങനെ ആടി ഉലഞ്ഞ് പോകുന്ന നിമിഷത്തിലായിരിക്കും ഒരുപാട് കാണാത്ത കാര്യങ്ങൾ കാണുക എന്നതാണ് ചുരുക്കി പറയാൻ തോന്നുന്നത്. ഈ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരെ സ്നേഹിക്കുക, കൂടുതൽ ഒരു വേള മാതാപിതാക്കളെക്കാളും അവരുടെ ഗ്രാൻഡ് പാരൻസ്, വല്യപ്പയും വല്യമ്മയൊക്കെ സ്നേഹിക്കുന്ന ആ സ്നേഹപരിലാളനയിൽ വളരാനുള്ളൊരവസരം ഈ കുട്ടികൾക്ക് കിട്ടുകയാണ്. ഇപ്പോൾ വല്യപ്പയും വല്യമ്മയൊക്കെ വേറെ അധികം കാര്യങ്ങൾ, ജോലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ സമയം ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ വലിയ സ്ഥാനം പേരമക്കൾക്ക് നൽകുന്നു എന്നുള്ളത്, അത് ഇപ്പോൾ വീട്ടിൽ താമസിക്കാത്ത പേരമക്കളുടെ കാര്യത്തിലും അവർക്ക് ആ ഒരു പ്രാർത്ഥന ഉണ്ടാവുമെങ്കിലും വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ അവർ സ്വസ്ഥമായി അറിയുമല്ലോ. അപ്പോൾ ഓരോ കാര്യത്തിലും പ്രാർത്ഥന ലഭിക്കും എന്നുള്ള ആ ഒരു ഗുണം ഇതിൽ നമ്മൾ സവിശേഷമായി പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ചില ആളുകൾക്കെങ്കിലും
വല്യുപ്പയും വല്യുമ്മയും ഒക്കെ വീട്ടിലുണ്ട് എന്നുള്ളത് പ്രയാസമായി മാറുന്നുണ്ട്. ചില പേരക്കുട്ടികൾക്ക് അതൊരു വേദനയായി ബുദ്ധിമുട്ടായി മാറാറുണ്ട്. പേരക്കുട്ടികൾക്ക് മാത്രമാവില്ല, ചിലപ്പോൾ അത് മാതാപിതാക്കൾക്കും അവരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു വശത്ത് ഉപ്പയും ഉമ്മയുമാണ്, മറുവശത്ത് തൻ്റെ മക്കളാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രക്ഷിതാവ് ഉപ്പയും ഉമ്മയും എന്ത് നിലപാടാണ് ശരിക്കും സ്വീകരിക്കേണ്ടത്? ശരിക്കും ഇതൊരു വലിയ പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറയുന്നത് പഠിച്ചോൻ തരുന്നത് നമുക്ക് കൂലി തരാനാണ്, നമ്മളതിൽ വിജയിക്കുന്നുണ്ടോ നോക്കാനാണ്. മനുഷ്യർക്ക് അള്ളാഹു വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് കൊടുക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർച്ചയായ രോഗങ്ങൾ കൊടുക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ കൊടുക്കും. ചില ആളുകൾക്ക് ക്യാഷ് കൂടുതൽ കൊടുക്കും, അവസരങ്ങൾ കൂടുതൽ കൊടുക്കും, അധാർമികതയുടെ സാഹചര്യങ്ങൾ കൊടുക്കും. ചില ആളുകൾക്ക് ഇങ്ങനത്തെ ചില പരീക്ഷണങ്ങളെ കൊടുക്കുക. എന്നാൽ പ്രായമുള്ള മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് നല്ല ആരോഗ്യമുള്ള, ഭയങ്കര പിടിവാശിയും ഭയങ്കര ചൂടും ദേഷ്യവും ഒക്കെ ഉള്ള, ആ വീട്ടിൽ സ്വാധീനമുള്ള, ആ വീടിൻ്റെ അധികാരം കയ്യിലിരിക്കണ ആളുകളുണ്ടാകും, പ്രായമുള്ള ആളുകളുണ്ടാകും. അവർ ചിലപ്പോൾ മകൻ്റെ കുട്ടികളോടൊരു സ്വഭാവമായിരിക്കും, പെൺകുട്ടികളുടെ കുട്ടികളോടൊരു സ്വഭാവമായിരിക്കും, സ്ഥിരമായിട്ട് വീട്ടിൽ താമസിക്കണ മോളുടെ കുട്ടികളോടൊരു സ്വഭാവമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവരെടുത്തുണ്ടാകും. പിന്നെ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കാതെ ചിലപ്പോൾ ഇടപെടുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാകും. ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രായമുള്ളവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഞാനൊന്ന് ക്രമപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഒന്ന് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളുടെ ഉറവിടം നമ്മൾ മനസ്സിലാക്കണം. അവരിൽ നിന്ന് വരുന്ന നമുക്ക് പ്രശ്നമായി തോന്നുന്ന കാര്യത്തിൻ്റെ റീസൺ എന്താണ്, കാരണം എന്താണ്. അത് പലപ്പോഴും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ അല്ല, അത് ഒരു കെയറിങ് ആണ് വലിയൊരു ശതമാനം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ തോന്നണേ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങോട്ട് പിടിക്കരുത്, ഇങ്ങോട്ട് കയറരുത്, ഇതെന്താ അങ്ങനെ, ഇങ്ങോട്ട് വാ, അങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത് അവരുടെ ഒരു കെയറിങ്ങിൻ്റെ ഭാഗമാണ്. അത് എന്നെ പക്ഷേ കുട്ടികൾക്ക് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തോളുന്നില്ല, മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഉപ്പയാണ്, പ്രായമുള്ള വാപ്പയാണ്, ഉമ്മയാണ്. ഇനി ഉപ്പച്ചി വലിയ പ്രായമായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നീ പ്രായമായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് ചില സംഭവങ്ങൾ എടുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നീ കഴിഞ്ഞ ദിവസം ആ കമ്പിയിൽ പിടിച്ച് കയറിയപ്പോഴാണ് അമ്മമ്മ എന്ത് പറഞ്ഞത്, കയറണ്ടെന്ന് പറഞ്ഞ്. അവിടുന്ന് നിലത്ത് വീണ എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക, നിനക്ക് കുറച്ച് പ്രശ്നം തോന്നിയ കാര്യങ്ങൾ എന്താണ്. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളല്ലാത്ത ആളുകളെടുത്ത് നമുക്കത് മക്കളോട് ഡിസ്കസ് ചെയ്തിട്ട്, കൺട്രോളല്ല കെയറിങ് ആണ്, നിയന്ത്രണമല്ല ശ്രദ്ധയാണ്, പരിരക്ഷയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോധ്യപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തത്, തുറന്ന ഡിസ്കഷന്, അവരായിട്ടൊരു തുറന്ന ഡിസ്കഷന് സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് 90% ഇത് ഇഷ്യൂ ആകുകയാണ് ചെയ്യുക. എൻ്റെ കാരണം എന്നെ തിരുത്തുകയാണ്, എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്നെ ആക്ഷേപിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഈ പേരക്കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, എഡിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് അനിവാര്യമായി ഉണ്ടാകേണ്ട എഡിറ്റിംഗ് അവരാവൂല ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അത് ഒരു ക്ലാസ്സിലൂടെയോ പ്രഭാഷണത്തിലൂടെയോ വളരെ ഇൻഡയറക്റ്റായിട്ടായിരിക്കും ചെയ്തു കൊടുക്കേണ്ടി വരിക. ചിലപ്പോൾ ഈ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില വാക്കുകൾ, ചില തെറികൾ, എടാ ശൈത്താനെന്നൊക്കെ വിളിക്കുന്നുണ്ടാവും, അവർ ശീലിച്ച ഒരു സംഗതിയാണത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരേറ്റവും നല്ല മോഡലുണ്ടാവുമ്പോൾ സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും, ഇപ്പോൾ എന്ന് പറഞ്ഞ ആളുടെ കുട്ടീൻ്റെ കാര്യം അയാൾ പറയാതെ അയാളുടെ അനിയൻ ബി പറഞ്ഞാൽ എന്ത് ചെയ്യും, അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തുറന്ന ഡിസ്കഷൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് പൊതുവെ നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തു, അവരെ പ്രശംസിച്ചും അവരെ ബോധ്യപ്പെടുത്തിയും അവർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് എന്ത് ചെയ്യേണ്ടത്, എഡിറ്റിങ്ങിലേക്ക് പോകേണ്ടത്. അതും ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നോ എന്ന് പറയുന്നതിന് പകരം യെസ് ബട്ട്, അങ്ങനെ ഉണ്ടല്ലോ, നോ അങ്ങനെയല്ല അമ്മമ്മ എന്ന് പറയുന്നതിന് പകരം അതെ അങ്ങനെയാണ് പക്ഷേ എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് പ്രത്യേകം പോകുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരം, ആദരവ്, സ്നേഹം ഒക്കെയാണ്. ഈ അംഗീകാരവും ആദരവും സ്നേഹവും വർത്തമാനം കൊണ്ട് മാത്രമല്ല, അവരൊന്നിച്ചുള്ള യാത്രകൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരേറ്റവും മഹത്വമായി കാണുന്നതിനെ നമ്മൾ പരിഗണിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈവൻ നമ്മളെ പാരൻസിൻ്റെ കാര്യത്തിലല്ല, നമ്മളെ ശത്രുക്കളുടെ കാര്യത്തിൽ പോലും ഖുർആൻ പറഞ്ഞ അടിസ്ഥാനമുണ്ട്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയുൻ ഹമീം.
നീ എപ്പോഴും എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ നിന്നോട് ഇങ്ങോട്ട് ചെയ്തതിന് നീ നല്ല രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കുക. അപ്പോൾ എന്തു ചെയ്യും, ഏറ്റവും അടുത്ത മിത്രമായി, ഏറ്റവും സ്നേഹമുള്ള മിത്രമായി മാറും എന്നാണ്. അപ്പോൾ ഇതൊന്നും പറയുമ്പോൾ ചിലപ്പോൾ കുറേ ഫ്രസ്ട്രേഷനുകളിൽ, കുറേ പ്രയാസങ്ങളിൽ കഴിയുന്ന ചില ആളുകൾക്ക് ഇതൊന്നും ബോധ്യപ്പെടില്ല. മറിച്ച് ഇത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാലം എങ്ങനെയെന്നുള്ളതല്ല, കൃത്യമായി അവരുടെ പരസ്പരമുള്ള ഇഷ്ടങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് കൃത്യമായ ആദരവുകൾ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ ചില പരിധികൾ നിശ്ചയിക്കുക. അവർ ഇടപെട്ട കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നം വരുന്ന ഒരു ഏരിയയിൽ അവർ ഇടപെടാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വലിയ മാഷാണ് പഴയ, മൂപ്പർ കുട്ടനെ പഠിപ്പിക്കാൻ ഇരിക്കുകയാണ്. പഠിപ്പിക്കുമ്പോൾ ആകെ ചെവിക്ക് നുള്ളിയിട്ട് അടിച്ചിട്ടൊക്കെയാണ് പഠിപ്പിക്കണമെങ്കിൽ മൂപ്പരെ പഠിപ്പിക്കൽ വേണ്ടാന്ന് എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റായിട്ട് തീരുമാനിക്കുക. ഇപ്പം വെറുതെ ഇടങ്ങാറാക്കൂ, ഓൻ പഠിച്ചില്ല, പിന്നെ നിങ്ങളാകെ ഇടങ്ങാറാവും എന്ന് പറയലാണെന്ത് നല്ല വഴി. അത് ആ നിലക്ക് തന്നെ മാറ്റുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ കുട്ടികളെ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓർക്ക് ഈ കുട്ടി അടങ്ങിയിരിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അവരെ മുന്നിൽ വെച്ച് നമ്മൾ പഠിപ്പിക്കണ്ട, അതിന് വേറൊരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം അവരുടെ കൂടെ ഉള്ള യാത്രകൾ, പിന്നെ ഒത്തുകൂടലുകൾ, അതിനൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളടുത്ത് വന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കും. ആര്? വല്യപ്പ. ഈ വല്യമ്മ ഇഷ്ടംപോലെ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കും. അപ്പോൾ കണ്ടമാനം റീൽസും ഷോർട്സൊക്കെ കാണും. ഇവർ രണ്ടാളും ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. വല്യമ്മാൻ്റെ അടുത്തേ ഉറങ്ങുള്ളൂ, വല്യമ്മാൻ്റെ അടുത്തേ നിൽക്കുള്ളൂ. അപ്പോൾ ഈ കുട്ടി പോകുന്നത് നാശത്തിലേക്കാണ്. ഈ ഫോണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നൊന്നും ഈ ഉമ്മാക്ക് അറിയാത്തതുകൊണ്ട് ഈ ഉമ്മാക്ക് ഈ കുട്ടനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ഇഷ്ടമൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. മിഠായി ചോദിച്ചാൽ മിഠായി, ഡ്രസ്സ് ചോദിച്ചാൽ ഡ്രസ്സ്. അവർക്ക് എന്തോ ഒരു പെൻഷനും കിട്ടുന്നുണ്ട്. ആ പൈസ ഫുള്ളി കുട്ടിക്കാണ് ചിലവാക്കുന്നത്. പക്ഷേ ഈ കുട്ടി ഒരു കിങ്കരനായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ സമർത്ഥമായിട്ട് അത് കട്ട് ചെയ്യാൻ എന്താ നമ്മൾ സജസ്റ്റ് ചെയ്ത കാര്യം, അവിടെ നിന്ന് എന്തൊക്കെയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതൊക്കെ അതിലേറെ ടോപ്പായിട്ട് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു ഇത് വരും. അസുഖമോ രോഗമോ സാഹചര്യമൊക്കെ വന്നൊരു ഘട്ടത്തിൽ ഒന്ന് മാറ്റി കിടത്തി ഒരു പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോയപ്പോൾ അത് ക്ലിയറായി. ആ സാധനം ക്ലിയറായി. കുട്ടി കുറച്ചുകൂടി മുതിർന്ന് വന്നപ്പോൾ കുട്ടിക്ക് അത് ബോധ്യപ്പെടുത്താനും അവരെ സംബന്ധിച്ചിടത്തോളം പറ്റി. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ചില പരിരക്ഷകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വീട്ടിൽ 2-3 കുട്ടികളുണ്ടെങ്കിൽ വീട്ടിലൊരു ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് തീരുമാനം പറയാം. അത് തേങ്ങ എടുക്കലൊന്നും ഓന് കയ്യിലുണ്ടാവില്ല, ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓന അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. അതിന് ചെറിയ പരിക്കുകൾ ഉണ്ടാകും. ആ പരിക്കുകൾ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അത് ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ അവർ പറയുന്നതിനോടും സംസാരിക്കുന്നതിനോടൊക്കെ കുറച്ചൊരു സബർ കാണിക്കുക. അത് വസ്ബിർ അലാമ സ്വാബക് എന്ന് ഖുർആൻ പറഞ്ഞ നിനക്ക് ബാധിക്കുന്ന കാര്യത്തിൽ നീ സബർ കാണിക്കണം എന്ന് പറഞ്ഞതിലൊരു വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കുക. പിന്നെ വളരെ പബ്ലിക്കായിട്ട് അവരോട് തർക്കിക്കാതിരിക്കുക. പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നല്ല, വീട്ടിനുള്ളിലാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലും തർക്കവും ചർച്ചയും ബഹളം ഒഴിവാക്കുക. അവരെന്തു പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കുക. ഒരു പ്രായമായതാണ്, അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് അതിൻ്റേതായ മാനസിക ശാരീരിക സാഹചര്യങ്ങളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, പിന്നെ ഒരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് കേട്ട് ഓരോരുത്തരൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിച്ചാൽ വലിയൊരു തോതിൽ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മക്കളോട് നിരന്തരം പറയണം. അവർ പ്രായമുള്ള ആളുകളാണ്, പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ അവർ പറയണത് കേൾക്കണം. നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായത് നമുക്ക് വേറെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വേറെ വാങ്ങാം. നിങ്ങൾ അവരെ മുന്നിൽ നിന്ന് ന്യൂഡിൽസ് വേണം, അത് വേണമെന്ന് പറയരുത്. പാൻ്റെ അടുത്ത് പൈസ എല്ലാം വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഉപ്പ അത് അങ്ങനെ പറയണത്, അങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്ന് പറയണത്. അപ്പോൾ ആ വാങ്ങണതും ചെയ്യണതും എല്ലാതും ഭയങ്കര സന്തോഷത്തോടെ കാണുന്ന പാരൻസിനോടല്ല നമ്മളിത് പറയണത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ എന്താ ഇപ്പോൾ ഇവൻ ഇങ്ങനെ പറയണു എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല. ഈ വാങ്ങിക്കൊടുക്കാത്തതിന് കുറ്റം പറയണ മക്കളെ കൊണ്ട് എന്താ അത് വാങ്ങിക്കൊടുക്കാത്തെന്ന് പറഞ്ഞ രക്ഷിതാക്കളുണ്ട്. എനിക്കൊക്കെ ഉള്ള അനുഭവം എന്ന് പറയണത്, നമ്മൾ ഈ ടൂറും ഇതൊന്നും അധികം ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയാം, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിക്കൂടെ ഇട്ടളെ എന്ന് പറയും. നേരെ തിരിച്ച് ഈ ഇങ്ങനത്തെ യാത്രകൾക്ക് ഭയങ്കര പ്രശ്നമുള്ള ചില വീടുകളുണ്ട്. പോണോടത്തൊക്കെ അവർക്ക് പോരണം.
അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്കൊരു ദൂരത്തിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. പിന്നെ ഈ അങ്ങനെയൊക്കെയുള്ള ഇതപ്പോൾ നമ്മൾ പാരൻസ് എന്ന് വിളിച്ച പോലെ വരികയില്ല. അവർക്ക് ഓരോതായ ശാരീരിക പ്രശ്നങ്ങളും ഓരോ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര വൈബുള്ളൊരു സ്ഥലം അവർക്കൊന്നുമല്ല, അവർക്കത് വൈബേ അല്ല. അവരിൽ പാടത്ത് പോയാൽ അവർക്ക് ഭയങ്കര വൈബാണ്. അപ്പോൾ ഞാൻ പറയേണ്ടത്, ഒരിക്കലും നമ്മളീ സംസാരം കേൾക്കുന്ന മുതിർന്ന ആളുകൾ ഇതെന്തോ നമ്മളൊതുക്കാൻ പ്ലാൻ ഉണ്ടാക്കുകയാണെന്നുള്ളൊരു ചിന്ത വരരുത്. പുതിയ കുട്ടികളാണ്. പുതിയ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പാരൻസിന് പറ്റിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഒരു ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് അത് ക്ലോസിങ്ങിൻ്റെ സമയം തോന്നുന്നു. അപ്പോൾ നമുക്കിതിൽ പ്രായമുള്ള മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ നിങ്ങളെയൊക്കെ ഉമ്മയും വാപ്പയൊക്കെ അടക്കമുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നമ്മളിവിടെ പ്രായമുള്ള മാതാപിതാക്കളെ പിന്നെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുകയോ എന്നല്ല ചെയ്യണത്. മറിച്ച് പ്രായമുണ്ട്, അതുകൊണ്ട് ആ പ്രായത്തിൽ അവരുടെ അടുത്ത് നിന്ന് പല റെസ്പോൺസുകളും വരാം. അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി തിരുത്താണ് വേണ്ടത്, അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതന്നെ ആവണം നിങ്ങൾക്ക് മനസ്സിലാകണത് എന്ന് പ്രത്യേകം പറയണം. ഇനി അതല്ലാത്തത് എന്തെങ്കിലും മനസ്സിലായണമെങ്കിൽ ഞങ്ങളൊക്കെ നമ്പർ നിങ്ങൾക്ക് കിട്ടും, ഞങ്ങളോടത് പറയണം, എന്നിട്ട് ഞങ്ങളെ തിരുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. നിങ്ങൾക്കത് തുറന്നെഴുതാം. ആരാണ് വ്യക്തി എന്ന് മനസ്സിലാകാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഈ ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്താം. പീസ് റേഡിയോയുടെ നമ്പറിലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളുമായി നമുക്കൊന്ന് ചേരാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.